കഴിഞ്ഞ ദിവസം റിട്ടേൺ ഫയലിംഗിൽ വന്നപ്പോൾ 1 ലക്ഷം രൂപ അടയ്ക്കണം എന്നൊരാളോട് പറയുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ 6 ലക്ഷം രൂപ കഴിഞ്ഞ കൊല്ലം ടാക്സ് അടച്ചുകൊണ്ടിരുന്നയാൾ ഇക്കൊല്ലം 5.5 ലക്ഷം രൂപയെ അടയ്ക്കേണ്ടതുള്ളൂ. 50,000 രൂപ കുറവ് തന്നെ. പക്ഷേ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ കൂടുതലായിട്ട് അടയ്ക്കേണ്ടി വന്നു. TDS പിടിച്ചതിന്റെ വ്യത്യാസമായിരുന്നു കാരണം. പക്ഷേ ഇത് കൺവിൻസ് ചെയ്യാനായിട്ട് വളരെയധികം പ്രയാസപ്പെട്ടു. ഇത് ആക്ച്വലി ഒരു മനോഭാവമാണ്. ഒരുമിച്ച് കാശ് കയ്യിൽ നിന്ന് പോകുന്നതിന്റെ വിഷമം. പക്ഷേ ആക്ച്വലി 6 ലക്ഷം ടാക്സിൽ നിന്ന് 5.5 ലക്ഷം രൂപ ടോട്ടൽ ടാക്സ് വരുമ്പോൾ 50,000 രൂപ ലാഭിച്ചതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? നിങ്ങളും ശരിക്കും അത് വിശ്വസിച്ചു അല്ലേ? 50,000 കുറഞ്ഞതിൽ അവർ സന്തോഷിക്കുകയല്ലേ വേണ്ടതെന്ന്? അല്ല, ഇതിനകത്ത് വേറൊരു ഗെയിമുണ്ട്. ശരിക്കും പറഞ്ഞാൽ 6 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കുന്ന ഒരാൾ 5,50,000 അടയ്ക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ പല കാരണങ്ങളും കൊണ്ട് ടാക്സ് കുറവ് വരാം. വൺ ഓഫ് ദ മേജർ റീസൺ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഇൻകം തീർച്ചയായിട്ടും കുറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇൻകം കുറഞ്ഞാൽ സന്തോഷിക്കുകയാണോ വേണ്ടത്? ഒരിക്കലുമല്ല. അതുകൊണ്ട് ആക്ച്വലി നിങ്ങൾ ശ്രമിക്കേണ്ടത് ടാക്സ് അടയ്ക്കുന്നത് കുറയ്ക്കാനോ ടാക്സ് കയ്യിൽ നിന്ന് എത്ര പോകുന്നതിൽ ഫോക്കസ് ചെയ്യാനോ അല്ല, മറിച്ച് ടാക്സ് കൂടുതൽ അടയ്ക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങളുടെ വരുമാനം ഇൻകം കൂടുക തന്നെ ചെയ്യും. അതുകൊണ്ട് എലിജിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് എടുക്കണ്ട എന്നർത്ഥമില്ല. വെറുതെ ഇൻകം കൂട്ടിക്കാണിക്കുന്നതിലല്ല കാര്യം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ടാക്സ് പ്ലാൻ ചെയ്യുക. പക്ഷേ നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നതിൽ ഫോക്കസ് ചെയ്യാതെ ഇൻകം വർദ്ധിപ്പിക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുക.